ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നീ എൻ്റേതാണ്, എൻ്റേതു മാത്രമാണ്. ഇത് ഏത് ഭാഷയിൽ പറഞ്ഞാലും നല്ല ഊർജമുള്ള വാക്കുകളാണിവ. നമുക്ക് വേണ്ടി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിത പുണ്യം. ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവും എപ്പോഴും നമുക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ കഴിയണമെന്നില്ല. നിസ്സഹായതയോടെ വെറും കാഴ്ചക്കാരനായി മാത്രം ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ കൈപിടിക്കുന്ന, വഴി തെളിയിക്കുന്ന ചില ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. വല്ലപ്പോഴും ഉണ്ടാകുന്ന ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും കാണുന്ന ദീപകാഴ്ചകളിൽ അനുദിനം നമുക്ക് മുന്നിൽ പ്രകാശിക്കുന്ന കെടാവിളക്കുകളെ നാം മറന്നു പോകരുത്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുന്ന, ദൈനംദിനം പ്രകാശിക്കുന്ന കെടാവിളക്കുകളായി നമുക്ക് മാറാൻ കഴിയണം. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ടവരോട് മനസ്സ് തുറന്ന് നമുക്ക് പറയാൻ സാധിക്കണം, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്, നാം ഒന്നാണ് എന്നുള്ളത്. വ്യക്തിബന്ധങ്ങൾ ദൃഢവും പരസ്പര വിശ്വാസവും ഉള്ളതാവണമെങ്കിൽ എന്തു പറയുന്നു എന്നതിനല്ല, എങ്ങനെ പറയുന്നു എന്നും പറയുമ്പോഴുള്ള ഭാവവ്യത്യാസവും ആശയവിനിമയം നടത്തുമ്പോഴുള്ള ശരീരഭാഷയുമാണ് വീണ്ടെടുക്കേണ്ടത്. ആശയവിനിമയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ശരീരഭാഷ. നമ്മൾ മിക്കവർക്കും അതിൽ അജ്ഞരാണ് എന്നതാണ് പ്രധാന ഘടകം. ഒരു കാര്യം പറയുമ്പോൾ മുഖഭാവം നോക്കി അത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അയാളുടെ ശരീരഭാഷയാണ് നാം മനസ്സിലാക്കിയത്. നമ്മളെപ്പോഴും അറിയേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകുന്ന ആംഗ്യങ്ങളും വാക്യങ്ങളും ശരീരപ്രകടനങ്ങളുമെല്ലാം നല്ല ബോധമുള്ളവരാവണം. കൃത്യമായ സ്വബോധത്തിലൂടെ നമുക്ക് സംതൃപ്തിയും സമാധാനവും ലഭിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും സാധിക്കും.